വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ നമ്മുടെ വാർത്തായാത്ര തുടരുകയാണ്. ഇലക്ഷൻ വാർത്തായാത്ര, വോട്ട് വാർത്തായാത്ര, മോർണിംഗ് ഷോ വാർത്തായാത്ര എന്ത് വേണേൽ പറയാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞാൻ തിരുവനന്തപുരത്താണ്. ഇവിടെ വിശാലമായ ശാന്തപൂർണ്ണമായി, സമാധാനപൂർവ്വമായി, ഐശ്വര്യപൂർവ്വമായി തിരുവനന്തപുരത്തിന്റെ വഴികളാണ് പ്രേക്ഷകർക്ക് കാണാം. ഇത് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബാണ്. പ്രസ് ക്ലബ്ബ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരുടെ തറവാട് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ് ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബ്. അപ്പോൾ നമ്മൾ അതിന്റെ പല എന്ന് പറഞ്ഞാൽ ഇവിടെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രസ് ക്ലബ്ബിൽ ഒരു അതിഥിയുണ്ട്. അപ്പോൾ അതിഥി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഡബിൾ ബസ് ഇറങ്ങി നൈസായിട്ട് ഇങ്ങോട്ട് വന്ന അതിഥിയുണ്ടെന്ന് നോക്കാം നമുക്ക്. എന്തായാലും ഇവിടെ ലേഖാജയം പറയാം. ഗുഡ് മോർണിംഗ് ആഷ്മി. 24 ടീം അരയും തലയും മുറുക്കി ഇലക്ഷൻ വാർത്തകൾ കൊടുക്കാൻ ഇറങ്ങിയതിൽ ആശംസ. നമ്മൾ നേരത്തെ അരയും തലയും മുറുക്കായിരുന്നു ചേച്ചി, ഇപ്പൊ മാത്രമല്ല. വസന്തകുമാർ ചോദിക്കുകയാണ്, കാട്ടാനകൾ ഇപ്പോൾ കിണറ്റിൽ വീഴുന്നത് പതിവാക്കിയോ എന്ന് ചോദിക്കുന്നു. പിന്നെ ഉറപ്പായും തൃശ്ശൂരിൽ VS സുനിൽകുമാർ ജയിക്കും, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കും, തൃശ്ശൂരിൽ കെ മുരളീധരൻ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്വാഭാവികമായും നമ്മുടെ പ്രേക്ഷകർ പലവരും രാഷ്ട്രീയക്കാരാണ്. പലവരും രാഷ്ട്രീയക്കാരുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടേക്കാണ്? നമ്മൾ കോട്ടയത്തേക്ക് പോകുന്നു. കോട്ടയത്തും ഈ പറയുന്ന മട്ടിലാണ് പോരാട്ടം. അവിടെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, CPM, BJP തമ്മിലുള്ള നേർക്കുനേർ പോരല്ല എന്ന് പറയുമ്പോൾ പോലും അവിടെയും ഒരു പ്രത്യേകതരം ചൂടാണ്. അവിടെ കേരള കോൺഗ്രസ്സുകാർ പോരാട്ടമാണ്, ഡു ഓർ ഡൈ ആണ്. ആർക്കും തോൽക്കുക എന്നുള്ള അചിന്ത്യമാണ്. അവിടെ നിന്ന് വിജയകുമാർ ശരിയാണ്. വിജയകുമാർ, രണ്ടുപേർക്കും UDF-നാകട്ടെ LDF-നാകട്ടെ അവിടെ തോക്കുക എന്ന് പറയുന്നത് സാധാരണ പരാജയം പോലെ അതൊരു വൈകാരിക പരാജയവും ഒരു വൈകാരികത ഉണ്ട് ആ മണ്ഡലത്തിൽ. അപ്പൊ സ്വാഭാവികമായും അങ്ങേയറ്റം പരമാവധി വോട്ട് സമാഹരണത്തും എല്ലാ നീക്കങ്ങളും നടക്കുമ്പോൾ കൊട്ടിക്കലാശത്തിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ കോട്ടയത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? വിജയകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ കോട്ടയത്തെ മത്സരത്തിന് ഇത്തവണ ഒരു പ്രത്യേകതയുള്ളത് പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ മുന്നണിയിലെ ഘടകകക്ഷികൾ നേർക്കുനേർ പോരാടുന്നു. കേരള കോൺഗ്രസുകളുടെ നേർക്കുനേർ പോരാട്ടം. NDAയിലാണെങ്കിൽ അത് BDJS ആ സീറ്റിൽ മത്സരിക്കുന്നു. ഹാഷ്മി, യഥാർത്ഥത്തിൽ അടിയൊഴുക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അടിയൊഴുക്കുകൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു മണ്ഡലമാണ് കോട്ടയം. അതുകൊണ്ട് കോട്ടയത്ത് പോരാട്ടം എന്നത് നമ്മൾ ഉപരിതലത്തിൽ കാണുന്ന പോരാട്ടമല്ല. ഈ മണ്ഡലത്തിന്റെ അടിത്തട്ടിൽ ഇപ്പൊ മീനച്ചിലാട്ടിലെ കാര്യം പറഞ്ഞതുപോലെയാണ്. മീനച്ചിലാട്ടിൽ വേനൽക്കാലമാണ്, വെള്ളം കുറവാണ്, പക്ഷെ വലിയ കയങ്ങളും അല്ലെങ്കിൽ വലിയ ആഴവുമുണ്ട്. അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ ആ കയത്തിൽ വീണേക്കാം എന്ന് പറഞ്ഞ മീനച്ചിലാട്ടിലിന്റെ സാഹചര്യമാണ് കോട്ടയത്തെ രാഷ്ട്രീയ സാഹചര്യം. ഹാഷ്മി, ഞാൻ ഈ രാഷ്ട്രീയ വർത്തമാനങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് കോട്ടയത്തുകാരുടെ ഒരു നാണക്കേട്, അല്ലെങ്കിൽ കോട്ടയത്തുകാർ അവരുടെ കഴിഞ്ഞ ഒരു 5 വർഷമായി ഒരു നാണക്കേട് പോലെ കൊണ്ടു നടക്കുന്ന ഇവിടുത്തെ ഒരു ആകാശപാതയുണ്ട്. നമുക്കത് ദൃശ്യങ്ങളിൽ കാണാം. ഈ ആകാശപാതയ്ക്ക് താഴെയാണ് ഞാൻ നിൽക്കുന്നത്. ഏതാണ്ട് 2016 തുടങ്ങിയ ആകാശപാത. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലമായപ്പോൾ കോട്ടയത്ത് ഏതാണ്ട് വലിയ ശതകോടികളുടെ വികസന പദ്ധതികളൊക്കെയാണ് എല്ലാവരും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടൂറിസം മേഖലയിൽ കോട്ടയത്തെ ലോകത്തെ ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രമാക്കും, കുമരകത്ത് വലിയ പദ്ധതികളൊക്കെ കൊണ്ടുവരുമെന്ന് LDF-ഉം UDF-ഉം ഒക്കെ പറയുമ്പോൾ, NDAയും ഒക്കെ പറയുമ്പോൾ, ഇതാ ഇവിടെ തിരുനക്കരയിൽ നമ്മളുടെ ഈ മുനിസിപ്പാലിറ്റിയുടെ കോട്ടയം മുനിസിപ്പാലിറ്റി ഓഫീസിന് മുന്നിൽ ഈ ആകാശപാത ഇങ്ങനെ ഇരുമ്പ് തൂണിൽ തുരുമ്പെടുത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം 5-6 വർഷമാകുന്നു. തന്നെയുമല്ല, ഇതിന്റെ തൂടുകൾ പലതും തുരുമ്പിച്ചു തുടങ്ങി. ഈ ഇരുമ്പ് ഇനി ഇത് തുരുമ്പെടുത്ത് ആരുടെയെങ്കിലും തലയിൽ വീണ എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുമോ എന്ന ആശങ്ക കൂടിയുണ്ട് ജനങ്ങൾക്ക്. ഇവിടെ നമ്മളുടെ കേരളത്തിന്റെ PT ചാക്കോ എന്ന രാഷ്ട്രീയ നേതാവിന്റെ പ്രതിമ, അതിന് താഴെയാണ് ഇവിടെ നമ്മൾ നിൽക്കുന്നത്. അതിന് മുകളിലാണ് ഈ ഇരുമ്പ് തൂണുകൾ കൊണ്ടുള്ള ഈ അഭ്യാസം. നോക്കൂ ഹാഷ്മി, അതിൽ താഴെ എഴുതി വെച്ചിരിക്കുന്നത് തന്നെ അഴിമതി രാജ്യത്തിന് ശാപമാണ്, ജനാധിപത്യത്തിനെതിരെയുള്ള വെല്ലുവിളിയും അതുതന്നെയാണ് എന്നിവിടെ എഴുതി വെച്ചിരിക്കുന്ന PT ചാക്കോയുടെ ആ പ്രസ്താവന, ആ PT ചാക്കോയുടെ പ്രതിമ, അതിന് മുകളിൽ ഒരു അഴിമതിയുടെ സ്മാരകമായി ഈ കെട്ടിടം, ഈ ഇരുമ്പ് തൂണുകൾ നിൽക്കുകയാണ്. ഹൈക്കോടതി 2 തവണ എടുത്ത് കുടഞ്ഞതാണ് ഇതിന്റെ മുന്നണിയിലും പിന്നണിയിലും ഒക്കെ പ്രവർത്തിച്ചവരെ. ഒരു മാറ്റവുമില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോട്ടയംകാർ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ തലയിൽ ഇത് വീഴണമോ, അതിനാണോ നിങ്ങളിത് വെച്ചിരിക്കുന്നത്, അതോ വല്ല പടവലമോ പയറോ പാവലോ ഒക്കെ കൃഷി ചെയ്താൽ അത് ഇതിന് മുകളിലൂടെ കയറി ഇവിടെ അത് വിളവ് തരുമായിരുന്നു, അതെങ്കിലും ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഹാഷ്മി കോട്ടയത്തെ ജനങ്ങളുടെ ചോദ്യം. അവരുടെ ചോദ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയായി നമ്മളുടെ മുന്നിൽ ഈ വികസന പദ്ധതികളെ പറ്റിയൊക്കെ, ശതകോടികളുടെ വികസനത്തെ പറ്റിയൊക്കെ വലിയ ക്ലെയിമുകൾ മുന്നോട്ട് വയ്ക്കുന്ന LDF-ഉം UDF-ഉം NDAയും ഒക്കെ ഇത് കാണണം. ഇത് പലയിടത്തും പൊളിഞ്ഞിട്ടുണ്ട്, ഇരുമ്പാണ്. പാവപ്പെട്ട മനുഷ്യരുടെ അടുത്തിന് താഴെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അവരുടെ തലയിലേക്ക് വീണ് വലിയ അത്യാഹിതം സംഭവിക്കുന്നതിന് മുൻപ് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നന്ന് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. തെരഞ്ഞെടുപ്പ് കാലത്ത് കോട്ടയത്തെ സാധാരണ ജനങ്ങൾ ഇത് ചോദിച്ചിട്ട് വലിയ ചർച്ച നടത്തുന്നുണ്ട്. കോട്ടയത്തിന് അഭിമാനമായിരുന്നു നമ്മളുടെ അക്ഷരനഗരി, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ പറയാറുണ്ട്. റബ്ബർ, വെൽക്കം ടു ദ ലാൻഡ് ഓഫ് ലാറ്റക്സ് ആൻഡ് ലെറ്റേഴ്സ് എന്ന് പണ്ട് പറയുമായിരുന്നു. അതൊക്കെയാണ് കോട്ടയത്തിന്റെ മുഖമുദ്ര. അതൊക്കെ മാറി ഇപ്പോൾ ഇതാ ഈ പടവല പന്തൽ അതിന്റെ ഒരു മുഖമുദ്രയാകുന്നുണ്ട്. നാണക്കേടാണ്. അതുകൂടി പറയുന്നു. ഹാഷ്മി, എന്നോടൊപ്പം ടോബി ചേരുന്നുണ്ട്. ടോബി കോട്ടയത്തെ ഇന്നത്തെ സാഹചര്യങ്ങൾ പറയും. ടോബി, ഇന്ന്
എല്ലാ മുന്നണികളും ഏതൊക്കെ മേഖലയിൽ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്? നമുക്കൊരു 48 മണിക്കൂർ കഷ്ടിയേ ഉള്ളൂ പരസ്യ പ്രചാരണം അവസാനിക്കാൻ. ഹാഷ്മി വിജയകുമാർ ഇന്നത്തെ എടുത്തു പറയേണ്ടത് ഇന്ന് കോട്ടയത്തേക്ക് കേന്ദ്രീകരിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ സ്ഥാനാർത്ഥികൾ പര്യടനം നടത്തുകയായിരുന്നു. ഇന്ന് UDF സ്ഥാനാർത്ഥി കോട്ടയത്തുണ്ട്, LDF സ്ഥാനാർത്ഥിയുണ്ട്, അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥി ഇന്ന് കോട്ടയം മണ്ഡലം ടൗൺ കേന്ദ്രീകരിച്ചുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാഹന പര്യടനങ്ങൾ ഏകദേശം അവസാനിപ്പിച്ച ഒരു മട്ടാണ്. ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത് പാലായിൽ അബു ജോൺ ജോസഫും അതുപോലെ തന്നെ VT ബൽറാമും ഒക്കെ വന്ന് ഒരു ഗാനമേള നടത്തുന്നു. നേതാക്കന്മാരുടെ ഗാനമേള അല്ലേ? നേതാക്കന്മാരുടെ ഗാനമേള നടത്തുന്നു. DJ പാർട്ടി LDF നടത്തുന്നു. അതുപോലെ തന്നെ NDA അവരുടെ ഒരു ശക്തി പ്രകടനം നടത്തുന്നു. അങ്ങനെ കാടിളക്കിയുള്ള ഒരു പ്രചരണമാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഘടകകക്ഷികളാണ്. അവരുടെ ഒരു കരുത്ത് തെളിയിക്കുന്ന ഒരു പോരാട്ടമാണ് ഈ കോട്ടയത്ത് നടക്കുന്നത്. അതിലുപരി കേരള കോൺഗ്രസിൽ ആരാണ് ശക്തർ എന്നുള്ള അതിനുള്ള ഒരു ഉത്തരം കൂടി തേടുന്ന ഒരു തെരഞ്ഞെടുപ്പായി നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാം. UDFന്റെ കോട്ടയാണ്. എന്നിരുന്നാൽ പോലും ഇവിടെ LDFും കരുത്ത് തെളിയിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ സുരേഷ് കുറുപ്പൊക്കെ ഇവിടെ വന്ന് അട്ടിമറി വിജയങ്ങൾ നേടിയിട്ടുണ്ട്. അത് ഇത്തവണ സാധിക്കുമോ? MP ആയിരുന്ന തോമസ് ചാഴികാടൻ 100% ഫണ്ട് ചിലവഴിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ കരുത്തനായ ഫ്രാൻസിസ് ജോർജ് ഇടുക്കിയിലെ ശക്തി തെളിയിച്ച അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഒരു ശക്തമായ മത്സരത്തിലേക്ക് തന്നെ പോകുന്നു. വിജയകുമാർ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഘടകകക്ഷികൾ മത്സരിക്കുമ്പോൾ പ്രധാന മുന്നണികളുടെ നിലപാടെന്ത്, അവരുടെ വോട്ടർമാർ എങ്ങനെ വോട്ട് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അടിയൊഴുക്കുകൾ സജീവമാണ്. നമ്മൾ കണ്ടതാണ് വിധി നിർണ്ണയിക്കുക എന്നുള്ളത്. ഹാഷ്മി, അത് ടോപ്പി പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഫ്രാൻസിസ് ജോർജും ചാഴിക്കാടനും ഒക്കെ ഇവിടെ കേന്ദ്രീകരിച്ചാണ്, കോട്ടയം കേന്ദ്രീകരിച്ച് ഇന്ന് പ്രചാരണം നടത്തുന്നുണ്ട്. അതിന്റെ അവസാന ലാപ്പിൽ എന്തൊക്കെ തന്ത്രങ്ങൾ, എന്തൊക്കെ സ്ട്രാറ്റജി എന്നതാണ് അവരുടെ വാർ റൂമിലെ ചർച്ച. തുഷാർ വെള്ളാപ്പള്ളിയും വളരെ സജീവമായി ഈ മണ്ഡലത്തിലുണ്ട്. അപ്പൊ എന്തായാലും കോട്ടയത്തും ഇതുപോലെയാണ്. കട്ടക്കാണ് ഘടകപൂരങ്ങളാണെങ്കിലും കട്ടക്കാണ് പോരാട്ടം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.